കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. എല്ലാവരും ബജറ്റിന്റെ കാര്യങ്ങളിലേക്ക് വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയത്താണ്. ഇന്ന് ഞാൻ എന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ബജറ്റിന് മുമ്പുള്ള ഒരു ബമ്പർ ഓഫറിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒഴിച്ചുള്ള മറ്റ് സംഘങ്ങളെല്ലാം പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് 1955 തിരുവിതാംകൂർ കൊച്ചിൻ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചിട്ടാണ്. ആക്ട് 12 of 1955 എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത് പ്രകാരം എല്ലാ സംഘങ്ങളും വർഷാവർഷം തെരഞ്ഞെടുപ്പ് നടത്തി അതിന്റെ റിട്ടേണുകൾ സമർപ്പിക്കേണ്ടതാണ്. ഇതുവരെ സമർപ്പിക്കാത്തവർക്കെല്ലാം വളരെ ഭീമമായ തുകയാണ്. ഒരു വർഷം 750 രൂപയും പിന്നെ വളരെ ഒരു നിശ്ചിതമല്ലാത്തൊരു തുകയാണ് ഇതുവരെ ഗവൺമെന്റ് പിഴയാക്കി ഈടാക്കിക്കൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരുപാട് സംഘങ്ങളുണ്ടാവും. അതിനകത്ത് നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻസ് ഉണ്ടാവും, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ ഉണ്ടാവും, പിന്നെ അല്ലാതെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ടാവും. ധാരാളം സ്ഥാപനങ്ങൾ ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ. ഇവർക്ക് എല്ലാവർക്കും ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന രജിസ്ട്രേഷൻ ഈ മാർച്ച് 31 പുതുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഈ 2025 ജനുവരി മാസം 27 ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം ഒരു വർഷത്തെ കുടിശ്ശിക ഉള്ളവർക്ക് വെറും 200 രൂപ അടച്ചാൽ മതി. അത് 2 വർഷം വരെ ആണെങ്കിൽ ഓരോ വർഷത്തിനും 500 രൂപ വെച്ചിട്ട് അടയ്ക്കണം. 2 വർഷത്തിന് മേലിൽ 5 വർഷം വരെ അത് 750 രൂപയാണ്. 5 വർഷത്തിന് മേലിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ 1000 രൂപ വെച്ചിട്ട് ഓരോ വർഷത്തിനും അടയ്ക്കണം. ഇത് പുതുതായിട്ട് ഇറക്കിയ ഒരു ഉത്തരവാണ്. ഇതിന്റെ ആനുകൂല്യങ്ങൾ ഈ മാർച്ച് 31 വരെ നിലവിലുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന് കിട്ടേണ്ട പൈസ ധാരാളമായിട്ട് ഈ സാമ്പത്തിക വർഷം കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കാണിക്കുക ഒരു ഔദാര്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് താല്പര്യമുള്ള എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഈ ഗവൺമെന്റ് ഓർഡറിന്റെ ഒരു കോപ്പി ഇതിനോടൊപ്പം ഞാൻ ഈ എപ്പിസോഡിന്റെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിന്റെ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ അവസാനം കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പരമാവധി ആളുകളിലേക്ക് ഈ വിവരം എത്തിക്കാനും നിങ്ങളോട് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.